നോക്കിയടായിട്ട് കുറച്ച് പടം വരപ്പ് കൂടുതലാണല്ലോ. അമ്മയുടെ പിൻഗാമിയുള്ള പരിപാടിയാണോ? സാധ്യത ഇല്ലാതില്ല. എന്തോന്ന് പടം വരയ്ക്കണ? ആന. ആന. ആനയ്ക്ക് വേറൊരു ജീവിക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് അറിയാമോ? അതല്ല, പിന്നെ വേറെ ആനയ്ക്ക് ചാടാൻ പറ്റൂല. ഉള്ളാണോ? എന്റെ അറിവിലില്ല. ഞാൻ അറിയാതെ ചാടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറ്റൂല. അപ്പൊ ഈ ഹിപ്പോപ്പൊട്ടാമസ് ചാടാൻ പറ്റുമോ? ഹിപ്പോപ്പൊട്ടാമസിന് ചാടാൻ പറ്റൂല എന്നാണ് തോന്നണേ. അന്വേഷിക്കണം. അത് ശരി, അതറിയാഞ്ഞിട്ടാണ് ആനയ്ക്ക് മാത്രമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു വന്നേ. എന്റെ കണക്കുകൂട്ടലില് ചാടാൻ പറ്റൂലെന്നാണ് തോന്നണേ. ഹിപ്പോപ്പൊട്ടാമസിന് ചാടാൻ പറ്റുമോ? എന്നോടാണോ ചോദിക്കണത്? നിങ്ങളല്ലേ വലിയ മൃഗസ്നേഹി. മൃഗസ്നേഹി എന്ന് പറഞ്ഞ എല്ലാ ജീവികളെ പറ്റിയിട്ടും അറിയണമെന്നുണ്ടോ? അല്ല, ഇപ്പൊ ഹിപ്പോപ്പൊട്ടാമസിന് ചാടാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് എന്തിനാ? അതമ്മ, അച്ഛൻ പറയാ ലോകത്ത് ചാടാൻ പറ്റാത്ത ഒരു മൃഗം ആനയാണെന്ന്. ആ, അത് ശരിയായിരിക്കും. ആനയ്ക്ക് ചാടാൻ പറ്റൂലല്ലേ? ഇല്ല. അപ്പൊ എനിക്ക് പോലും ചാടാൻ പറ്റുന്നില്ല, പിന്നെ ആനയ്ക്ക്. ചാടി 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 എവിടെ പോവാൻ? ചാടി 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 എവിടെയും പോകുന്നില്ല. നിങ്ങക്ക് വേണോ? എനിക്ക് വേണ്ട. അരുകോട്. എന്തോ വന്നേ? എന്താ ഭർത്താവിനും മക്കൾക്കും അവല് കൊണ്ട് നിങ്ങൾ വിളമ്പിയല്ലേ? എടി നാണം ഉണ്ടോടി നിനക്ക്? ഇതാന്നമ്മ പിള്ളേർക്ക് അവല് ഒഴിച്ചു കൊടുത്തതിന് നാണിക്കണ എന്തിന്? പിള്ളേർ അവിടെ വിശന്നിരിക്കുന്നു, വല്ലതും ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞവള് ഞാൻ അവല് നനച്ച് കുഴച്ചുണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോ എന്റെ കണ്ണ് വെട്ടിച്ചു കൊണ്ടു കൊടുത്തിരിക്കുന്നു. ശീലാവതി അമ്മയാ. അമ്മ ആര് കൊടുത്താലും ഇപ്പൊ എന്താ, പിള്ളേർ തിന്നാ പോരെ? പോരല്ലോ. എനിക്ക് നനയ്ക്കാൻ അറിയാമെങ്കിൽ കൊടുക്കാനും അറിയാം. ഞാനിപ്പോ ഇതിവിടെ ഒന്ന് പറഞ്ഞില്ലേ, ആ പിള്ളേരറിയോ ആരായി വീട്ടിൽ ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന്? ഇപ്പൊ പിള്ളേരെല്ലാരും അറിഞ്ഞല്ല അമ്മയാണ് കൊടുത്തതെന്ന്. ഞാൻ അല്ലേലും പറയാനിരിക്കായിരുന്നു. അമ്മ നനച്ച് തന്നോട്ട് വന്ന്. നീ അല്ലല്ലോ അവിടെ സൈഡല്ലേ നിക്കത്തുള്ളൂ എല്ലാത്തിനും. കലിപ്പായി. അമ്മ, ഞാൻ അവളെ സൈഡൊന്നും അല്ല അമ്മ. അവള് വന്ന് പറയാൻ വേണ്ടി ഇരുന്നാണ് അമ്മയാണ് അവല് നനച്ചെന്ന്. അത് പറയാനിരുന്നപ്പോഴാണ് ഉത്തോണ ഹിപ്പോപ്പൊട്ടാമസ് ചാടുന്ന കാര്യം ചോദിച്ചു അങ്ങനെ വിഷയം മാറി. നീ ഒന്ന് പോടി പെണ്ണേ. നീ ഇതെന്നും ഇന്നലെ തുടങ്ങിയതല്ല. എടാ, നിനക്കറിയുവോ, നിനക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുടെയും പിന്നണിയിൽ ഞാനാ. പിന്നല്ലാതെ ഞാൻ ഇവളോട് പറഞ്ഞു കൊടുക്കും, ഉത്തമൻ അത് ഇഷ്ടവാ, ഇത് ഇഷ്ടവാ, അവൻ അതിന്റെ കുറവുണ്ട് ഇതിന്റെ കുറവുണ്ട്. ഇവൾ എന്ത് ചെയ്യുന്നറിയോ, മിണ്ടാതെ ഇരുന്ന് അതെല്ലാം കേട്ടേച്ച് ബാക്കിൽ കൂടെ പോയി അത് ചെയ്തു കൊടുത്ത് നല്ല പുള്ളിയാവും. എന്റെ ദൈവമേ, എന്തൊക്കെയാ പറയുന്നമ്മേ? അമ്മ ഒരു ഉദാഹരണം പറ. ഉദാഹരണോ? ഇപ്പൊ നീ ഞാൻ നനച്ചു വെച്ച് അവള് കൊണ്ട കൊടുത്തില്ലേടി? അത് വിട്, വേറെ ഉദാഹരണം പറ. വേറെ ഉദാഹരണം, ഇന്നാളെ നിനക്ക് ജലദോഷം വന്നു, നീ തുമ്മുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ അറിയാതെ ഇവള് കൊണ്ട് തന്നെ വിക്സ് മണപ്പിക്കാൻ തന്നില്ലേ? അതും പോരാത്തേന് ഒരു രാസനാദി പൊടി എടുത്ത് തലയിൽ തേച്ച് തന്നിരിക്കുന്നു. എടാ, അമ്മമാരാടാ രാസനാദി പൊടിയൊക്കെ തേച്ച് കൊടുക്കുന്നത്, നിനക്കറിയോ? അയ്യോ, ഇത് എന്ത് പാട്! അമ്മയെ ഊത്തോണം തുമ്മുന്നത് എനിക്ക് കേൾക്കത്തില്ലേ? അത് കേട്ട് കഴിഞ്ഞാൽ ജലദോഷമാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. എന്നാലും രാസനാദിപ്പൊടി നിനക്ക് അമ്മയെ കൊണ്ട് തേപ്പിക്കായിരുന്നു. ഓ, ഇപ്പൊ അസുഖം വന്നു കിടന്നാൽ നിങ്ങളെ നോക്കിയാൽ ഞാൻ കുറ്റക്കാരി. അതിന് ഐഡിയ എന്റേതല്ലായിരുന്നോ? അതിന് അമ്മ പേറ്റന്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഐഡിയ ഒന്നുമല്ലോ. ജലദോഷം വന്നാൽ എന്ത് ചെയ്യണം ഈ നാട്ടിലുള്ള കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. അത് നീ പറഞ്ഞ കറക്റ്റ്. ഓ, നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? ഞാൻ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലേ? അയ്യോ, ഞാൻ ഇപ്പൊ പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞത്. അത് അമ്മ എങ്ങനെ പറഞ്ഞോണ്ടാ നിങ്ങളങ്ങ് വിശ്വസിച്ചില്ലേ? പിന്നല്ലാതെ ഞാൻ സത്യമല്ലേ പറഞ്ഞത്. ഇങ്ങനെ നോണ പറയരുത് കേട്ടോ. പെണ്ണെ, ഞാൻ നനച്ചു വെച്ച് അവലെടുത്തുകൊണ്ട് കൊടുത്തേച്ച് നീ ന്യായം പറയാൻ പറയരുത് കേട്ടോ. ഞാൻ എന്റെ ഭാഗത്താണെങ്കിൽ പിന്നെ പറയുന്നത് കുഴപ്പം. ന്യായം പറയും. എന്റെ സ്വഭാവമൊക്കെ ശരിക്കും അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല, മനസ്സിലായി വരുന്നുണ്ട്. ഒന്ന് നിർത്താശേ. അതെ, നിർത്താശേ. ഇപ്പൊ ഞാൻ മിണ്ടുന്ന പ്രശ്നം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? മെനക്കേടായല്ലിത്. എടാ, എന്നാലും പെറ്റ തലയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ നീ? അയ്യോ, ഞാൻ എന്തോന്ന് പറഞ്ഞു? നീ ചെല്ല, അവിടെ പുറകെ ചെല്ല, മണത്ത് ചെല്ലടാ. ലളിതേടാ കുഞ്ഞുണ്ണി. അവൾ അകത്തുണ്ട്, അവല് നനയ്ക്കുമായിരുന്നു. ഇപ്പൊ കുഴച്ചുരുട്ടി കൊണ്ട് വരുമായിരിക്കും. അതവൾ ഒറ്റയ്ക്ക് തിന്നാനായിട്ട് കുഴയ്ക്കുമായിരിക്കും. അവൾക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല അമ്മ. പക്ഷെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അമ്മാവൻ ഒന്നും തരത്തില്ലായിരുന്നു. അപ്പൊ ഒറ്റയ്ക്ക് ഒളിച്ചിരുന്ന് തിന്നുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നില്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ? അതങ്ങനെ അമ്മ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടാലല്ലേ എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റും. അത് ശരിയാണല്ലോ. അത് പോയിന്റ്. പക്ഷെ അമ്മ ലളിതയ്ക്കെല്ലാം തിന്നാൻ കൊടുക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒളിച്ചിരുന്ന് തിന്നേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അത് ശരി, അതുള്ള. അപ്പൊ അച്ഛന്മാര് മാതൃക അമ്മായിമായിരുന്നില്ലേ?
എല്ലാം തിന്നാൻ കൊടുക്കുമായിരുന്നു. അടി കൂടുതൽ യാതൊരു കുറവുമില്ല. മെനക്കേടായച്ചാ 2 ദിവസത്തേക്ക് സ്വസ്ഥതയില്ല. അല്ല ഈ വീട്ടിൽ എന്നാ സ്വസ്ഥത ഉണ്ടായിട്ടുള്ളേ? പോടാ അവിടുന്ന്. നീ കാര്യം പറടാ മോനെ. അമ്മായിയമ്മ പോര് അവിലിന്റെ പേരില്. അവളുടെ പേരില്ല. എടാ അവിലെടാ, തിന്നണ അവില്. ആരൊളിപ്പിച്ചു തിന്നാൻ നോക്കി? ആരും എളുപ്പിച്ച് വെച്ച് തിന്നാൻ നോക്കിയില്ല. അമ്മ നനച്ചു വെച്ച അവില് അവൾ എനിക്കും പിള്ളേർക്കും തിന്നാൻ വേണ്ടി കൊണ്ടു തന്ന്. സഹായിക്കാൻ പോയത് ഇപ്പൊ അമ്മായിയമ്മ പോരായോ? അമ്മ നനച്ചു വെച്ച അവിലിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവളെ എടുത്തോണ്ട് വന്നതെന്ന് അമ്മ പറയണത്. എന്നിട്ട് ചേട്ടൻ ആരെ സൈഡിൽ നിന്ന്? ഞാൻ ആറ് സൈഡിൽ നിൽക്കണം നിനക്ക്? ഞാൻ ആറ് സൈഡിൽ നിന്നില്ല. അവർ രണ്ടുപേരും കൂടെ എന്നെ ഇട്ട് എന്റെ ചെവിയിൽ കിടന്ന് എന്നാ നോക്കി ചേട്ടൻ ഊപ്പാടുന്ന ഒരു കരുത്ത്. അതെനിക്കറിയാം. ആ പൈങ്കിളി ഉണ്ടായിരുന്ന ഒരു സന്ധി സംഭാഷണത്തിന് പറഞ്ഞു വിടായിരുന്നു. എന്തെന്നാ എന്ന് വെച്ചാ തേങ്ങ. അപ്പൊ തേങ്ങയോ? അപ്പൊ നാളികേരോ? നാളികേരം എന്ന് പറഞ്ഞാൽ തേങ്ങയാടാ, തേങ്ങ. പടാ എന്റെ അവിടുന്ന്. അച്ഛമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് ക്ലിയർ ചെയ്തതാ. ലളിത ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. നീ പോയി പിന്നെ ആശയെ സമാധാനിപ്പിക്കും. അച്ഛമ്മയാണ് ഹീറോ. കുട്ടം വരല്ലേ? ശരിയാക്കി തിരിഞ്ഞേ കേട്ടാ. അറിയത്തില്ല ഇത് നോക്കുന്നേ. കേട്ടാ ഇങ്ങോട്ട് വാ കേട്ടാ. ഓക്കെയല്ലേടാ? ഞാൻ ഒന്നുമില്ല. എനിക്ക് കളിക്കല്ലേ? അവന്റെ തുരുമ്പിപ്പം പലിച്ചില്ല. എന്നിട്ട് പറഞ്ഞ ശരിക്കും നോക്ക്. തിരുമ്പ് വലിച്ചില്ല.